ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 4 കുഞ്ഞു വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോയാണ്. കുഞ്ഞു വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുമ്പം നമുക്ക് വലിയ ബേസിനകത്തോ വലിയ ചട്ടിയിലോ ഒന്നും നടണ്ട. വലിയ ചട്ടിയിൽ നടാം, പക്ഷേ നമുക്ക് കുഞ്ഞു പോട്ടിലോ അല്ലെങ്കിൽ കുഞ്ഞു ഗാർഡനകത്ത് ചെറിയ കുഞ്ഞു കുഞ്ഞു പോണ്ടുകളുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നട്ട് വളർത്താൻ പറ്റിയ വാട്ടർ പ്ലാന്റ്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് മൊസൈക്ക് പ്ലാന്റ് എന്ന് പറയും. അതിൻ്റെ ഇല കണ്ടാൽ തന്നെ ഒരു താമരപ്പൂവിൻ്റെ ഷേപ്പിലാണ് അതിൻ്റെ ഇലകളും. അതിൻ്റെ നടുക്ക് ഒരു കുഞ്ഞു മഞ്ഞപ്പൂ വരുന്നതാണ് മൊസൈക്ക് പ്ലാന്റ്. പിന്നെ നെയ്യാമ്പലും കുഞ്ഞു കുഞ്ഞു വെള്ളപ്പൂക്കൾ വരുന്ന പ്ലാന്റാണ് നെയ്യാമ്പൽ. ഈ നെയ്യാമ്പലും ചെറിയ ചട്ടിയിലൊക്കെ വെച്ചാൽ തന്നെ തെങ്ങി നിറഞ്ഞു പൂക്കളുണ്ടാവും. വെള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളും അതിൻ്റെ നടുക്ക് ചെറിയൊരു മഞ്ഞ അല്ലി പോലെ വരുന്നതും നെയ്യാമ്പൽ. ഈ വാട്ടർ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത, നമുക്ക് സാധാരണ വാട്ടർ പ്ലാന്റ്സ് നല്ല വെയിലത്ത് വെച്ചെങ്കിലേ നല്ല രീതിയിൽ പൂക്കളുണ്ടാവത്തുള്ളൂ. ഇതാണെങ്കിൽ കുറഞ്ഞ വെയിലിലും നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. ഈ ജപ്പോണിക്ക് വാട്ടർ റോസ് എന്നും വിളിക്കാം. വെള്ളത്തിനകത്ത് നല്ല തണ്ട് മേളോട്ട് വന്നിട്ട് ആ മുകളിൽ വരെ കൊലകൊലയായിട്ട് നിറച്ച് പൂക്കളുണ്ടാവുന്ന നല്ല വെള്ള പൂക്കളുണ്ടാവുന്ന പ്ലാന്റാണ് വാട്ടർ റോസ് അല്ലെങ്കിൽ ജപ്പോണിക്ക. ഒരു ചെടിയിൽ തന്നെ ഒരുപാട് കൊലകൾ പൂക്കളുണ്ടാവും. ആ പൂക്കൾ ഒരുപാട് ദിവസം കൊണ്ടേ വിരിഞ്ഞ് തീരത്തുള്ളൂ. താഴേന്ന് വിരിഞ്ഞ് മേലോട്ട് പോകും തോറും മുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. ഈ പെന്നിവർട്ടിനകത്ത് പൂക്കളുണ്ടാവത്തില്ല. കുഞ്ഞു കുഞ്ഞ് ചെറിയ പൂക്കളുണ്ടാവും, പക്ഷെ അത് പൂവായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇത് ഇലയുടെ ഭംഗിക്കാണ് നമ്മൾ ഈ പെന്നിവർട്ട് വളർത്തുന്നത്. താമരയുടെ ഇല പോലെ നല്ല ബുഷിയായിട്ട് വളർന്നു വരും. നമുക്ക് ഇൻഡോറിലോ ഡൈനിങ് ടേബിളിലോ നമുക്ക് വിസിറ്റിംഗ് റൂമിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ് പെന്നിവർട്ട്. ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത DTDC വഴി അയച്ചു കൊടുക്കും. ഈ 4 പ്ലാന്റ് കോംബോ ആയിട്ട് 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ CC ആവും. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.